സന്താനം എന്ന് പറഞ്ഞ ആക്ടറായിട്ട് പൊട്ടേറ്റോ എന്ന് പറഞ്ഞിട്ട് ഒരു സീനുണ്ട്. അത് ഭയങ്കര ഫേമസ്. ചെന്നൈയിലാണെങ്കിലും എല്ലാവരും ഇങ്ങനെ പറയുന്ന സീനാണ്. അപ്പൊ ഇവരിങ്ങനെ പുള്ളിക്കാരി ഇങ്ങനെ വന്നിട്ട് പൊട്ടേറ്റോ ആയിട്ട് വന്നിട്ട് പൊട്ടേറ്റോ എന്ന് പറഞ്ഞിട്ട് പിന്നെ അകത്തോട്ട് കയറി വരും. എന്നിട്ട് സമ്മതിക്കത്തില്ല. മേ ഐ ഗെറ്റ് ഇൻ എന്നൊക്കെ ചോദിച്ചിട്ട് ഫുൾ അവര് തമ്മിലുള്ള ഒരു കെമിസ്ട്രി ഉണ്ട്. ഭയങ്കര രസം അത് കാണാൻ. അത് ഞാൻ എത്ര കണ്ടാലും മടുക്കത്തില്ല. പിന്നെ അതുപോലെ എനിക്ക് തോന്നുന്നു വേറൊരു സീനുണ്ട്. അപ്പൊ ഇങ്ങനെ പാവപ്പെട്ടവർക്ക് ഇങ്ങനെ ബെഗറും മറ്റേ ബർഗേഴ്സ് ഒക്കെ കൊടുക്കാൻ പോകുന്നു. അപ്പൊ ഇങ്ങനെ പുള്ളിക്കാരി ഡയലോഗ് ഉണ്ട്, ബർഗർ ഫോർ ബെഗേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ കളിയാക്കി ഒരുമാതിരി. അപ്പൊ അങ്ങനത്തെ ഭയങ്കര നാച്ചുറൽ ആയിട്ട് അമ്മയുടെ കുറെ സാധനങ്ങളുണ്ട്. അതിപ്പോ സിനിമയിലായിരിക്കില്ല മോസ്റ്റ് ഓഫ് ദ കാര്യങ്ങൾ. ചിലപ്പോൾ ഞാൻ ഇപ്പോൾ ലാസ്റ്റ് ടൈം ചെന്നൈ പോകുമ്പോഴാണെങ്കിൽ നമ്മളിങ്ങനെ വെറുതെ കാഷ്വലി കോൺവെർസേഷൻ ഇങ്ങനെ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ സിനിമയെ പറ്റിയും അല്ലെ ഓരോ പാട്ട്, പിന്നെ ഞാൻ ഇങ്ങനെ ഓരോ റീലൊക്കെ കാണുമ്പോഴത്തേക്കും അമ്മ ഇതൊന്നും കാണത്തില്ല. അപ്പൊ ഞാൻ പോയി ഇങ്ങനെ കാണിച്ചു കൊടുക്കും. അപ്പൊ അതൊക്കെ കാണുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം. പിന്നെ അതൊക്കെ ഇങ്ങനെ എന്താ പറയാ ഓരോ കൗണ്ടർ അടിച്ച് സംസാരിക്കത്തില്ലേ, അതൊക്കെ ഭയങ്കര രസമാണ്. എനിക്കത് നമുക്കങ്ങനെ പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റില്ല. ഇപ്പം ഒരു കോമഡി സീൻ, പിന്നെ അച്ചുവിൻ്റെ അമ്മയിലെ ആ സീൻ, മീര ചേച്ചിയായിട്ടുള്ള. അപ്പൊ അങ്ങനത്തെ ഒത്തിരി ഒത്തിരി എനിക്ക് തോന്നുന്നു കോമഡി. പിന്നെ പിടക്കോഴി 3 നൂറ്റാണ്ട്, അങ്ങനത്തെ കുറെ ഇഷ്ടംപോലെ പടങ്ങളുണ്ട് എനിക്ക് ഇഷ്ടമുള്ളത്.